2026 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഒന്നാമതെത്തുന്ന ചുണ്ടന് ലഭിക്കുന്ന സമ്മാനത്തുക എത്രയാണ്? ഓക്കെ, ഏവർക്കും വി പി കെ ലേണിങ്സിൻ്റെ ഇന്നത്തെ കറണ്ട് അഫെയറിലേക്ക് സ്വാഗതം. നോക്കിക്കേടാ, 2026 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ലഭിക്കുന്ന ചുണ്ടന് ലഭിക്കുന്ന സമ്മാനത്തുക അല്ലെങ്കിൽ നെഹ്റു ട്രോഫി വള്ളംകളിയിലെ സമ്മാനത്തുക എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സംഖ്യയാണ് കൊടുക്കുന്നത്. ഇതുവരെ 2 ലക്ഷം മാത്രമായിരുന്നു, അതിപ്പോൾ എന്താണ് 10 ഇരട്ടിയോളം കൂട്ടിയിരിക്കുകയാണ്. ഓക്കെ, എത്രയാണ്? ഓക്കെ, 25 ലക്ഷമാണല്ലേ, 25 ലക്ഷം രൂപയായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഇതിന് മുൻപായിട്ട് 2 ലക്ഷം രൂപ മാത്രമാണ് ലഭിച്ചിരുന്നത്. ബോണസായിട്ട് ഒരു 6.66 ലക്ഷം കൂടി ലഭിക്കുന്ന സമയത്ത് 8.25 ലക്ഷം രൂപയായിട്ട് ഉയരും. ഓക്കെ, പക്ഷേ ഇത്തവണ എന്താണ്, ബോണസ് ഉൾപ്പെടെ 33.25 ലക്ഷം രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുകയായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാളെയാണ് 22-ാം തീയതിയാണ് മത്സരം നടക്കുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. 25 ലക്ഷമാണ് കേട്ടോ. 2 സമ്മാനം 20 ലക്ഷം, 3 സമ്മാനം 15 ലക്ഷവും ആണ്. അതുപോലെ തന്നെ മത്സരം നടക്കുന്ന എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിലാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അടുത്ത് നോക്കി, സൈലൻറ്റ് വാലി വനത്തിൽ കുന്തിപ്പുഴയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ സസ്യ ഇനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് സൈലൻറ്റ് വാലിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ സൈലൻറ്റ് വാലിയിലെ കുന്തിപ്പുഴയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ സസ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ലാഗാനന്ദ്ര ഡോമിനിസി എന്ന് പറയുന്ന സസ്യമാണ്. ഓക്കെ, ലാഗാനന്ദ്ര ഡോമിനിസി എന്ന് പറയുന്ന സസ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ സൈലൻറ്റ് വാലിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിക്കേ. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പാലക്കാടാണ്. അതുപോലെ തന്നെ ചോദ്യത്തിലുള്ള കുന്തിപ്പുഴ സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കുന്തിപ്പുഴയാണെന്ന് ഓർക്കുക. സൈലൻറ്റ് വാലി ഒരു ദേശീയോദ്യാനമായത് 1985-ലാണ്. അതുപോലെ തന്നെ സൈരന്ധ്രി വനം എന്നറിയപ്പെട്ടിരുന്ന സൈലൻറ്റ് വാലിയാണ്. ഓക്കെ, സൈരന്ധ്രി വനം എന്നറിയപ്പെട്ടിരുന്നത് സൈലൻറ്റ് വാലിയാണ്. അതുപോലെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന കുരങ്ങുവർഗ്ഗമായ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നതും ഇവിടെയാണെന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. സസ്യനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വന്നൊരു ചോദ്യം തന്നെ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് പഠിച്ചു വയ്ക്കുക. കർണാടകയിലെ ചിക്കമംഗ്ലൂരു ജില്ലയിൽ ബാബാബുദൻ മലനിരകളിലെ പുൽമേടുകളിൽ നിന്ന് മലയാളി ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യയിനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മലയാളി ഗവേഷകരാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ് സെനീഷിയോ ഇൻഡോലുഡൻസ് എന്ന് പറയുന്ന സസ്യയിനമാണ്. ഓക്കെ, സെനീഷിയോ ഇൻഡോലുഡൻസ്. ഓക്കെ, അതുപോലെ തന്നെ സെനേറില ബാബുബുദൻ ഗിരിയൻസിസ് എന്ന് പറയുന്ന ഒരു സസ്യം കൂടി ഇതിൻ്റെ തൊട്ട് മുമ്പായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കിക്കേ. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ അടുത്തിടെ വികസിപ്പിച്ചെടുത്തതും ക്യാൻസർ കോശങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്നതുമായ പുതിയ സ്മാർട്ട് ക്യാൻസർ മരുന്നിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പെട്ടെന്ന് പറഞ്ഞോളൂ. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ അടുത്തിടെ വികസിപ്പിച്ച ക്യാൻസർ കോശങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന പുതിയ മരുന്ന്, സ്മാർട്ട് മരുന്ന് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? RK-251 RK-251 ഓർത്ത് വയ്ക്കുക. ഓക്കെ, RK-251. ഓക്കെ, ആരൊക്കെ ചേർന്നാണ്? IASSTയിലെയും അതുപോലെ തന്നെ IIT ഗുവാഹത്തിയിലെയും ശാസ്ത്രജ്ഞർ സംയുക്തമായാണ് ഈ മരുന്ന് കണ്ടെത്തിയത് എന്നോർക്കുക. അതുപോലെ തന്നെ നിലവിലെ കീമോതെറാപ്പി ചികിത്സയ്ക്ക് പകരമാകാൻ സാധ്യതയുള്ള ഈ ഒരു മരുന്നിന് പരമ്പരാഗത കീമോതെറാപ്പിയുടെ സാധാരണ കോശങ്ങളെ കൂടി നശിപ്പിക്കുന്നത് കൊണ്ടുള്ള പാർശ്വഫലങ്ങളൊന്നും ഇതിലുണ്ടാവില്ല, കാരണം ക്യാൻസർ കോശങ്ങൾ മാത്രമാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കേ. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള 45-ാമത് സ്ഥലം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള 45-ാമത് സ്ഥലം ഏതാണ്? നമ്മൾ കഴിഞ്ഞ മാസം മുതലേ പഠിക്കുന്നതാണ് അല്ലേ. ഏതാണ്? സാരാനാഥാണ്. ഓക്കെ, സാരാനാഥ് ഇപ്പോൾ ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. വാരണാസിയിലാണ്, ഉത്തർപ്രദേശിലെ വാരണാസി ജില്ലയിലാണെന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലേക്ക് 25 പുതിയ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതോടുകൂടെ 1273 കേന്ദ്രങ്ങൾ എന്നും ഓർത്തു വയ്ക്കുക. ഇന്ത്യയിൽ നിന്ന് ഗൗതമ ബുദ്ധൻ്റെ ആദ്യ ധർമ്മ പ്രഭാഷണം നടന്ന സ്ഥലമാണ് സാരനാഥ് എന്നും ഓർത്തു വയ്ക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. വെച്ചൂർ പശുവിന് ശേഷം ഇന്ത്യയുടെ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിൻ്റെ ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ തദ്ദേശീയ പശു ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വെച്ചൂർ പശുവിന് ഇപ്പോൾ ലഭിച്ചിട്ടൊരു 30ഓളം വർഷം അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ തദ്ദേശീയ പശു ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പെരിയാർ പശുവാണെന്ന് ഓർത്തു വയ്ക്കുക. പെരിയാർ പശുവാണ്. ഓക്കെ, ക്ലിയർ അല്ലേ?
ഓക്കെ, അപ്പോൾ നോക്കിക്കേ, എറണാകുളം തൃശ്ശൂർ ജില്ലകളിലായാണ് ഇത് കാണപ്പെടുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ പെരിയാർ കുള്ളൻ, പെരിയാർ പശു, കുട്ടമ്പുഴ പശു എന്നൊക്കെ ഇവ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. വിവരാവകാശ നിയമപ്രകാരമുള്ള രണ്ടാം അപ്പീലുകളും പരാതികളും ഓൺലൈനായി എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്നതിനായി സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ അടുത്തിടെ പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ പോർട്ടൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വിവരാവകാശ കമ്മീഷനൊക്കെ എല്ലാ പരീക്ഷകളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നാം അപ്പീൽ കൊടുക്കേണ്ട സമയപരിധി, രണ്ടാം അപ്പീൽ കൊടുക്കേണ്ട സമയപരിധി എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാം അപ്പീലുകളും പരാതികളും ഓൺലൈനായി എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്നതിനായി സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ അടുത്തിടെ പുറത്തിറക്കിയ ഡിജിറ്റൽ പോർട്ടൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആപ്കോംസ് ആണ് അല്ലേ. ആപ്കോംസ് 2.0 എന്ന് പറയുന്ന വെബ് പോർട്ടലാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, വിവരാവകാശ നിയമപ്രകാരമുള്ള രണ്ടാം അപ്പീലുകളും പരാതികളും അതിവേഗം തീർപ്പാക്കുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനുമായിട്ടാണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ 2026 ഓഗസ്റ്റ് 17 ഈ ഒരു പോർട്ടൽ ആരംഭിച്ചത്. ഓക്കെ, നിലവിലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്കുമാർ ഗോയൽ ആണെന്ന് ഓർത്ത് വയ്ക്കുക. 2025 ഡിസംബറിലാണല്ലോ ഇദ്ദേഹം ചുമതലയേറ്റത്, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് രാഷ്ട്രപതിയാണ് ഈ കമ്മീഷനെ നിയമിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാസ് ലാൻഡ്സ് ആൻഡ് അതർ ഓപ്പൺ നാച്ചുറൽ ഇക്കോസിസ്റ്റം മാർഗരേഖ അടുത്തിടെ പ്രകാശനം ചെയ്ത അന്താരാഷ്ട്ര വേദി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞോളൂ, ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രാസ് ലാൻഡ് ആൻഡ് അതർ ഓപ്പൺ നാച്ചുറൽ ഇക്കോസിസ്റ്റം മാർഗരേഖ അടുത്തിടെ പ്രകാശനം ചെയ്ത അന്താരാഷ്ട്ര വേദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? UNCCD COP17 അല്ലെ, മംഗോളിയയിൽ വെച്ച് നടന്നതാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നോക്കിക്കേ, UNCCD എന്ന് പറഞ്ഞാൽ എന്താണ്? യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു ദി കോമ്പാറ്റ് ഡീസർട്ടിഫിക്കേഷൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ മംഗോളിയയിലെ ഉലാൻ ബാത്തറിലാണ് ഐക്യരാഷ്ട്രസഭയുടെ മരുഭൂവൽക്കരണത്തിനെതിരായ കൺവെൻഷൻ 17ാമത് സമ്മേളനത്തിലാണ് ഈ ഒരു ഇന്ത്യ പുൽമേടുകളുടെയും തുറസായ ആവാസ വ്യവസ്ഥകളുടെയും സംരക്ഷണത്തിനുള്ള സുപ്രധാന മാർഗരേഖ പ്രകാശനം ചെയ്തതെന്ന് ഓർത്തു വയ്ക്കുക. ഇത് ഏതൊക്കെ പ്രദേശങ്ങളാണ് ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജസ്ഥാനിലെ ആരവല്ലി പ്രദേശങ്ങൾ, അതുപോലെ തന്നെ യമുന ചമ്പൽ നദീതടങ്ങൾ, തമിഴ്നാട്ടിലെ തേരിക്കാട് എന്ന് വിളിക്കപ്പെടുന്ന ചുവന്ന മണൽക്കാടുകളും, അതുപോലെ തന്നെ ദേശീയ പശ്ചിമഘട്ടത്തിലെ ചോലക്കാടുകൾ, സെൻട്രൽ നിക്കോബാർ പുൽമേടുകൾ, അതുപോലെ തന്നെ താർ മരുഭൂമി എന്നിവയ്ക്ക് ഈ മാർഗരേഖയിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കിക്കേ. 9ാമത്തെ ചോദ്യം. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷയും ആശയവിനിമയ സൗകര്യവും നൽകുന്നതിനായി അമൃത വിശ്വവിദ്യാപീഠവും കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയവും സംയുക്തമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പേരിൽ തന്നെ ഉണ്ടല്ലോ, കടലിൽ പോകുന്നതാണ്. അപ്പോൾ കടലിൽ പോകുന്നവർക്ക് നെറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഓഷ്യൻ നെറ്റ് എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഓഷ്യൻ നെറ്റ് എന്താണ്? ഈ ഓഷ്യൻ നെറ്റ് പ്രത്യേകതരം ഹാൻഡ്സെറ്റുകളോ ഉപഗ്രഹ ഫോണുകളോ ഒന്നുമില്ലാതെ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ സാധാരണ സ്മാർട്ട് ഫോണിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ട് കടലിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന സംവിധാനമാണ് ഓഷ്യൻ നെറ്റ്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കരയിലെ ബേസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള റേഡിയോ തരംഗങ്ങൾ വഴി മത്സ്യബന്ധന ബോട്ടുകളിൽ വൈഫൈ ലഭ്യമാക്കുന്ന നൂതന സുരക്ഷാ ആശയവിനിമയ സംവിധാനമാണ് ഈ ഓഷ്യൻ നെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇന്നത്തെ ഏറ്റവും അവസാനത്തെ ചോദ്യം നോക്കിക്കുകയും. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഗോള ചരക്കു ഗതാഗതത്തിനായി ലോകരാജ്യങ്ങൾ പരിഗണിക്കേണ്ടതും പ്രധാനമായും റഷ്യയുടെ നിയന്ത്രണത്തിലുള്ളതുമായ നോർത്തേൺ സീ റൂട്ട് ഏത് സമുദ്രത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പെട്ടെന്ന് പറഞ്ഞോളൂ, ഏത് സമുദ്രത്തിലൂടെയാണ് നോർത്തേൺ സീ റൂട്ട് കടന്നു പോകുന്നത്? ആർട്ടിക് സമുദ്രത്തിലാണ് അല്ലേ. ആർട്ടിക് സമുദ്രത്തിലാണെന്ന് ഓർത്ത് വയ്ക്കുക. റഷ്യയുടെ വടക്കൻ തീരത്തുകൂടി ആർട്ടിക് സമുദ്രത്തിലൂടെ അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന അതിപ്രധാനമായ ഒരു കപ്പൽ പാതയാണ് നോർത്തേൺ സീ റൂട്ട് എന്ന് പറയുന്നത് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ഇസ്രായേൽ യുദ്ധവും US യുദ്ധവും ഉണ്ടായല്ലോ. ഓക്കെ, ആ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ യമനിലെ ഹൂതികൾ ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെയും ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ നിലവിലുള്ള സമുദ്രപാതകൾ സുരക്ഷിതമല്ലാത്തതിനാൽ ബദലായിട്ടാണ് ഈ നോർത്തേൺ സീ റൂട്ട് ലോകരാജ്യങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള ഈ പാതയ്ക്ക് ഏകദേശം 5600 കിലോമീറ്റർ ദൂരമുണ്ട്. പക്ഷേ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ആർട്ടിക്കിലെ മഞ്ഞുരുകുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു പാത ഉപയോഗിക്കാൻ സാധ്യമായിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, നോർത്തേൺ സീ റൂട്ട് ഏത് സമുദ്രത്തിലാണെന്ന് ചോദിച്ചാൽ ആർട്ടിക് സമുദ്രത്തിലാണ് അല്ലേ. ഓക്കെ,
നിങ്ങൾക്കായിട്ടുള്ളൊരു ചോദ്യം നോക്കിക്കേ. ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്തിന് ഓണററി പദവി നൽകി ആദരിച്ച രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഏതാണ്? ഭൂട്ടാനാണോ, നേപ്പാളാണോ, ശ്രീലങ്കയാണോ, മാലദ്വീപാണോ, ഏതാണെന്നൊന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സെഷനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൂടെയും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ പോയാൽ മതിയോ, എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും താങ്ക് യു. സെഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.